നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു പുസ്തകമായ രൂത്തിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും അതിന്റെ ആത്മീയ അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നാം മനസ്സിലാക്കേണ്ടതും. രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് എന്ന് നമുക്കറിയാം. അതിനാകെ 85 വാക്യങ്ങളേ ഉള്ളൂ. പല അധ്യായങ്ങളും ബൈബിളിലെ മറ്റു പല അധ്യായങ്ങളും സങ്കീർത്തനങ്ങളുമൊക്കെ 85 വാക്യത്തിലധികമുള്ള അധ്യായങ്ങൾ തന്നെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ 70 വാക്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ വളരെ ചെറിയ ഒരു പുസ്തകമാണ് എന്ന് പ്രാരംഭത്തിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനു മുൻപ് രേഖപ്പെടുത്തി കിട്ടിയ ന്യായാധിപന്മാരുടെ പുസ്തകവും അതിനുശേഷം രേഖപ്പെടുത്തി കിട്ടിയ ശമൂവേലിന്റെ 1-ാം പുസ്തകവും അതൊന്ന് പരിശോധിച്ചാൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 21 വേഴ്സ് 25. ഇവിടെ വായിച്ചത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. നാം ആ വാക്ക് അല്പവിശദമായി ചിന്തിക്കുന്നുണ്ട്. ഈ രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന എത്ര ദുഃഖകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. രാജാവില്ലാത്ത സാഹചര്യം ഇസ്രായേലിൽ ജനങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അപ്പൊ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നുവെന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഇനി അതിന്റെ അവസാനം നോക്കാം. രൂത്തിന്റെ പുസ്തകം കഴിഞ്ഞിട്ട് 1 ശമൂവേൽ 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നോക്കിക്കേ. ഏലി അവളോട്, ഏലി ഹന്നയോട് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ എൽക്കാനയ്ക്ക് ഹന്നയും പെനിന്നയും 2 ഭാര്യമാരുണ്ടായിരുന്നു. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് ഹന്നയെ അവള് വളരെ ഭാരപ്പെടുത്തി പരിഹസിച്ചു. പലരും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഹന്നയ്ക്ക് ആശ്വാസം ലഭിച്ചില്ല. അവൾ ദൈവസന്നിധി വന്നു, ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. അവളുടെ ഹൃദയത്തിന്റെ ഭാരം കൊണ്ട് അവൾ വാ തുറന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചില്ല. അത്ര ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സഭയിലെ മൂപ്പന്മാരെന്നോ സുവിശേഷന്മാരെന്നോ ഇടയന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം, സഭയെ പരിപാലിക്കുന്നവർ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ അവളെ നോക്കിയിട്ട് പറയുക, നീ മദ്യപിച്ചിട്ടാ വന്നിരിക്കുന്നേ. അന്നത്തെ ആത്മീയ സാഹചര്യം മനസ്സിലായത്. തന്നാൽ പരിപാലിക്കപ്പെടേണ്ട ദൈവജനത്തിന്റെ ദുഃഖം മനസ്സിലാക്കാൻ കഴിയാത്ത നേതൃത്വമുള്ള കാലം. അവൾ പറഞ്ഞു, യജമാനെ അങ്ങനെയല്ല, ഞാൻ ഹൃദയം വേദന കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവൾ ഹൃദയം പകർന്ന് സമാധാനത്തിൽ പോയി ഇങ്ങോട്ട് വായിക്കുന്നു. അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. ഞാൻ ആ വാക്യം വായിച്ചതിന്റെ സാരം ചോദിച്ചാൽ 2 കാര്യം പറയാനോ. ഒന്ന്, രൂത്തിന്റെ പുസ്തകത്തിന് മുൻപ് ലഭിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാർ ഇല്ലാത്ത കാലം ജനങ്ങൾ ബോധിച്ചതുപോലെ നടന്നു, ഒരു ആത്മീയമായ അധപ്പതനം. അതിനുശേഷമുള്ള പുസ്തകത്തിൽ വായിക്കുന്നത് വിശ്വാസികളുടെ ദുഃഖം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത നേതൃത്വമുള്ള കാലം. അതിന് 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിച്ച് 1 ശമൂവേൽ 3:1. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വിചാരിച്ചു, 7 വർഷങ്ങളായിട്ട് ഞാൻ പല മുഖാന്തരങ്ങളിലൂടെ ഇവർക്ക് വചനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്നതൊന്നും പ്രാപിച്ചിട്ട് തക്കവണ്ണം ജീവിക്കുന്നില്ല. നേതൃത്വം പോലും പരാജയപ്പെട്ടു, ഏലിയുടെ മക്കൾ പരാജയപ്പെട്ടു, വലിയ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം വിചാരിച്ചു അല്പനാളത്തേക്ക് വചനം കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു. ദുർലഭമായി. അപ്പോൾ തന്നെ ദുർലഭം എന്ന് പറയുമ്പോൾ തീരെ കൊടുത്തില്ലെന്നല്ല, ആവശ്യക്കാർക്കും
ഭാരമുള്ളവർക്കും ഹൃദയവാഞ്ചുള്ളവർക്കും വചനം കിട്ടുകയും ചെയ്യും. ദൈവം അങ്ങനെ അക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗം വായിച്ച് മനസ്സിലായല്ലോ. ഈ രണ്ട് പുസ്തകത്തിന്റെ ഇടയ്ക്കാണ് ഈ ബുക്ക് ഓഫ് രൂത്തിന്റെ പുസ്തകം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ 85 വാക്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ആദ്യത്തെ 5 വാക്യം വായിച്ചാൽ അത് വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. ചരിത്രം നമുക്കറിയാമല്ലോ. എലിമേലെക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, തന്റെ ഭാര്യ നവോമി, തന്റെ 2 മക്കൾ മഹളോനും കില്യോനും, ഈ 4 പേര് ഒരു യഹൂദ കുടുംബത്തിൽ പിറന്നവര്, ദൈവത്തെ ബഹുമാനിക്കേണ്ടവര്, ദൈവത്തിന് പ്രയോജനം ജീവിക്കേണ്ടവര് തെറ്റായ ഒരു തീരുമാനമെടുത്തു. ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ തെറ്റായ തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് മോവാബിലേക്ക് പോയി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അതിന്റെ ഫലമായിട്ട് അവിടെ ചെന്ന് ആ സഹോദരന്മാർ 3 പേരും, അപ്പനും 2 ആൺമക്കളും മരണപ്പെടുകയായി തീർന്നു. അപ്പോൾ ആദ്യത്തെ 5 വാക്യം നാം ചിന്തിച്ച പോലെ തന്നെ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. ഒന്ന് നോക്കിക്കേ, രൂത്തിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് വായിച്ചു. 1-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ ക്ഷാമം ഉണ്ടായെന്ന. അവിടെ വായിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലമാണ്. നമ്മൾ ആദ്യം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. രാജാവില്ലായിരുന്നു, അപ്പോൾ ജനം ഇഷ്ടം പോലെ നടന്നു. അതിനെ തുടർന്നാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ദേശത്ത് അങ്ങനെ സംഭവിച്ചത്. ന്യായപാലനമില്ലാതെ ഇരിക്കുന്ന കാലം, ദൈവത്തിന്റെ ഭരണത്തിന് ജനങ്ങൾ താല്പര്യപ്പെടാത്ത കാലം, ഇഷ്ടം പോലെ ജീവിക്കുന്ന കാലം, അതാണ് ഈ പുസ്തകത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 5 വാക്യത്തിൽ ദുഃഖകരമായിരിക്കുന്ന കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞതിന്റെ സാരം. 6-ാമത്തെ വാക്യം മുതൽ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകവും ശമൂവേലിന്റെ 1-ാം പുസ്തകവും നാം വായിച്ചതുപോലെ ന്യായപ്രമാണം കിട്ടിയ ദൈവജനത്തിന്റെ പരാജയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ 10 കൽപ്പന മാത്രമല്ല, പൗരോഹിത്യം, യാഗങ്ങൾ, ഉത്സവങ്ങൾ, മറ്റ് പല ധാർമ്മിക വിഷയങ്ങൾ, ഭൗതിക കാര്യങ്ങള്, കുടുംബകാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ എല്ലാ പ്രമാണങ്ങളും എഴുതി കിട്ടിയ ഒരു കൂട്ടം ആളുകളാണ് യഹൂദന്മാർ. അവരാണ് പരാജയപ്പെട്ടു പോയി എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിന്റെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. എന്നാൽ രൂത്തിന്റെ പുസ്തകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് രൂത്ത് എന്ന് പറയുന്ന സഹോദരിയാണ്. അവൾ ആരെന്നറിയാമോ? അവൾ മോവാബി സ്ത്രീയാണ്. ന്യായപ്രമാണം കിട്ടിയിട്ടില്ല, പ്രമാണം എന്തെന്ന് അറിയത്തില്ല, സത്യദൈവം ആരാണെന്ന് അറിയത്തില്ല, ആ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെ ഒരു സഹോദരി അവളുടെ അമ്മായിയമ്മ പറഞ്ഞു കേട്ട വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അമ്മായിയമ്മയുടെ പിന്നാലെ വന്ന് യെരുശലേമിലേക്ക് എത്തി, യഹൂദയിലേക്ക് എത്തി. അവിടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടായി. അവള് പിൽക്കാലത്ത് ഇത് നിമിത്തം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലും അവൾക്ക് ഇടം കണ്ടെത്തുവാനായിട്ട് മുഖാന്തരമായി. ഞാൻ ഒന്നുകൂടെ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകം, പ്രമാണം കിട്ടിയ ദൈവജനം അവർ പരാജയപ്പെട്ടപ്പോൾ പ്രമാണം എന്തെന്നറിയാത്ത, പ്രമാണം കിട്ടാത്ത, സത്യദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത രൂത്ത് ആദ്യം കേട്ട കേൾവി അവൾക്കൊരു മടങ്ങി വരവിന് ദൈവത്തെ അറിയുവാനായിട്ട്, കർത്താവ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവർക്ക് ഇടം പിടിക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്നു. നമുക്ക് നമ്മെ സംബന്ധിച്ചും പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമ്മളും ഈ മോവാബ് സ്ത്രീയുടെ കൂട്ടായിരുന്നു. ഒരു കാരണവശാലും ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്, ലോകത്തിന് പ്രത്യാശയില്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഇല്ലായ്മയുടെ കാര്യങ്ങളെ, കുറവുകളെ മാത്രമേ, ഡിസ്ക്വാളിഫിക്കേഷൻസ് മാത്രമേ നമ്മളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മളും കൃപയാൽ, ഭാഗ്യവശാൽ ഓരോ സന്ദർഭങ്ങളിലായിട്ട് സുവിശേഷം കേട്ടു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച്, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന വാക്യം. എന്നിട്ട് പിന്നെ ചോദിക്കുന്നു, കേൾക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പറയാതെ എങ്ങനെ കേൾക്കും? ഒരാൾ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കാൻ സാധിക്കും? അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആ കാര്യം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. പിന്നെ പറയുന്നത് വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന്.
രൂത്തിന് ലഭിച്ചതുപോലെ തന്നെ നമുക്കും ലഭിച്ചത് ആ വിശ്വാസം കേൾവിയല്ല. നമ്മൾ ഓരോ സന്ദർഭങ്ങളിലായിട്ട് വചനം വായിച്ചപ്പോഴോ ആൾക്കാർ സംസാരിച്ചപ്പോഴോ മീറ്റിങ്ങുകൾക്ക് പോയപ്പോഴോ ദൈവം നമ്മോട് ഇടപെട്ട് നാം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. എന്നാൽ ഈ സ്ത്രീക്ക് ലഭിച്ചതിനേക്കാളും ഉന്നതമായ പദവിയാണ് വിശ്വാസികളെ നമുക്ക് ദൈവം തന്നത്. നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ എന്ന പദവി മാത്രമല്ല. ദൈവത്തിന്റെ മക്കൾ, സഭയുടെ അംഗങ്ങൾ, ക്രിസ്തു എന്ന ആ ശരീരത്തിന്റെ തലയുടെ കീഴിലുള്ള ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാക്കി തീർത്തു, ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കി തീർത്തു, നിത്യയിൽ നമുക്ക് അവരോടുകൂടെ വാസമുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവി തന്നു. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. ആ മോവാബ് സ്ത്രീയേക്കാളും ശ്രേഷ്ഠമായ പദവിയാണ് നമുക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ചു പേരുടെ പേര് പറഞ്ഞല്ലോ. ഈ ഒന്നാമത്തെ അധ്യായത്തിന് അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭവനത്തിലെ അപ്പന്റെ പേരാണ് എലിമേലേക്ക്. ആദ്യം ബഹുരാട്ടൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പിന്നീട് നമുക്ക് ചിന്തിക്കാം. എലിമേലേക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മൈ ഗോഡ് ഈസ് കിങ്, എന്റെ ദൈവം രാജാവാകുന്നു എന്നാണ്. ആ ഭവനത്തിലെ അപ്പന്റെ പേര് എലിമേലേക്ക്. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണല്ലോ. എന്റെ ദൈവം രാജാവാകുന്നു. വാസ്തവത്തിൽ ആ രാജത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനായിരുന്നു. കുറവ് സംഭവിച്ചു, അവിടെ നിൽക്കട്ടെ. അവന്റെ ഭാര്യയുടെ പേര് നവോമി എന്നാണ്. നവോമി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്ലസന്റ്, പ്രസന്നവതി എന്ന്. പ്രസന്നവതി, പ്ലസന്റ്. അപ്പോ എന്റെ ദൈവം രാജാവ് എന്നർത്ഥമുള്ള എലിമേലേക്ക്, പ്ലസന്റ് അഥവാ പ്രസന്നവതി എന്നർത്ഥമുള്ള നവോമി. അവർക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. ഒന്ന് മഹളോൻ, അവന്റെ പേരിന്റെ അർത്ഥം സിക്, രോഗി എന്നാണ്. രോഗി. മഹളോന്റെ പേരിന്റെ അർത്ഥം രോഗി എന്നാണ്. കില്യോൻ എന്നാണ് അവന്റെ സഹോദരന്റെ പേര്. അവന്റെ പേരിന്റെ അർത്ഥം വീക്ക്, ബലഹീനൻ എന്നാണ്. 2 ആൺമക്കളിൽ ഒരുത്തന്റെ പേരിന്റെ അർത്ഥം മഹളോൻ രോഗി, കില്യോൻ ബലഹീനൻ, വീക്ക്. പിന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2 പേര്. ഇവരവിടെ ചെന്ന് മോവാബിൽ ചെന്ന് പാർത്തപ്പോൾ ഈ 2 മക്കളും അവിടെ 2 മോവാബിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അതിൽ ഒരാളുടെ പേരാണ് രൂത്ത്. രൂത്ത് എന്ന പേരിന്റെ അർത്ഥം ഫ്രണ്ട് എന്നുമുണ്ട്, ബ്യൂട്ടി എന്നുമുണ്ട്, സ്നേഹിത എന്നുമുണ്ട്, സൗന്ദര്യം എന്നുമുണ്ട്. രൂത്ത് എന്ന പേരിന്റെ അർത്ഥം സ്നേഹിത എന്നുമുണ്ട്, സൗന്ദര്യം എന്നുമുണ്ട്. മറ്റേ സഹോദരന്റെ ഭാര്യയുടെ പേരായിരുന്നു ഓർപ്പ. ഓർപ്പ എന്ന പേരിന്റെ അർത്ഥം ഹിൻഡ്രൻസ്, തടസ്സമെന്ന്. തടസ്സം, ഹിൻഡ്രൻസ്. അപ്പം എലിമേലേക്ക്, നവോമി, മഹ്ലോൻ, കില്യോൻ, രൂത്ത്, ഓർപ്പ. 6 പേരായി. അടുത്തത് ഇവർ മടങ്ങി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബോസ്. ബോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രെങ്ത് എന്ന. സ്ട്രെങ്ത്, ബലവാൻ എന്ന ആ വാക്കിന്റെ അർത്ഥം. പിന്നെ ഒരാളുടെ കാര്യങ്ങളുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ 4-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാകും. ബോസിനേക്കാളും അടുത്തൊരു ചാർച്ചക്കാരൻ രൂത്തിനുണ്ട്, അല്ലെങ്കിൽ എലിമേലെക്കിന്റെ കുടുംബത്തിലുണ്ട്. അവനായിരുന്നു ഈ രൂത്തിനെ വീണ്ടെടുക്കേണ്ടത്. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്റെ അവകാശം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടെടുക്കത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അപ്പൊ അദ്ദേഹത്തെ കൂടെ കൂട്ടിയാൽ ഇവിടെ 8 പേരുണ്ട്. എലിമേലേക്ക്, നവോമി, മഹ്ലോന്, കില്യോന്, രൂത്ത്, ഓർപ്പ, ബോസ്, പേരില്ലാത്ത ഒരു മനുഷ്യൻ. 8 പേരുണ്ട്. ഈ 8 പേരിൽ ആദ്യം ഈ 4 പേര് തെറ്റായ തീരുമാനമെടുത്തു. അതിന്റെ ഫലമായിട്ട് അവരവിടെ ചെന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹം പാടില്ലാത്തായിരുന്നു. അപ്പോൾ 6 പേരായി. ആ 6 പേരിൽ 3 പേര് മരണപ്പെട്ടു. ബാക്കി 3 പേരായി. 3 പേര് തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോൾ ഓർപ്പ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മയെ ഉപേക്ഷിച്ച് അവൾ അവിടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. രൂത്ത് അമ്മായിമ്മയുടെ കൂടെ ബേത്ലഹേമിലേക്ക് വരികയും ചെയ്തു. പിന്നെ നാം കാണുന്നത് ബോസിനെയാണ്. ബോസ് തന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് രൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. മറ്റേ വീണ്ടെടുപ്പുകാരൻ അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതിൽ 2 പേര് നമുക്ക് പറയാം. ഓർപ്പയും ആ മറ്റേ വീണ്ടെടുപ്പുകാരനും അവർ സ്വാർത്ഥതയുള്ളവരാണ്. സെൽഫിഷ്നെസ്, സ്വാർത്ഥത. എനിക്ക് എന്റെ കാര്യം, ആരെയും സഹായിക്കാനായിട്ട് താല്പര്യമില്ല. ബാക്കിയുള്ള 6 പേരിൽ 3 പേര് മരണപ്പെട്ടു. എലിമേലേക്കും മഹ്ലോനും കില്യോനും. പിന്നെ ശേഷിക്കുന്ന 3 പേരാണ്. ഒന്ന് നവോമി, മറ്റൊന്ന് രൂത്ത്, മറ്റൊന്ന്
ബോസ്. ഈ 3 പേരാണ് നമ്മുടെ മുഖ്യമായ പഠന വിഷയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രാരംഭമായിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല മാതൃകകൾ പിൻപറ്റുവാനായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. ഈ നവോമിയുടെയും രൂത്തിന്റെയും ബോസിന്റെ ജീവിതത്തിൽ. അപ്പോൾ തന്നെ ഒരു കാരണവശാലും ഏത് സാഹചര്യത്തിലും നാം തള്ളിക്കളയുവാനായിട്ട് മുന്നറിയിപ്പായിട്ടാണ് എലീമയിലേക്ക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മഹ്ലോനും കില്യോനും അയക്കുന്നത്, ഓർപ്പയായിരിക്കുന്നത്, മാത്രമല്ല പേരില്ലാത്ത ആ വീടെടുപ്പുകാരനായിരിക്കുന്നത്. അവരൊക്കെ നമുക്ക് മാതൃകയല്ല, ഒരു മുന്നറിയിപ്പാണ്. നാം അവരുടെ സ്വഭാവം ഒരിക്കലും പിൻപറ്റുവാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞ് വന്നതിന്റെ സാരം. നമുക്കിനി അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വായിച്ച് ആ കാര്യം ഒന്ന് പഠിക്കാൻ, ചിന്തിക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഈ പഠിക്കുന്നത് ഒരു ആഴമായ പഠനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ ലഭിക്കുന്ന ആത്മീയ ചിന്തകൾ ഒന്നിച്ച് പങ്കുവച്ച് നാം ആത്മീയമായിട്ട് ബലപ്പെടുവാനും വരുന്ന നാളുകളിൽ നമ്മുടെ സഭയിലുള്ള ശുശ്രൂഷകളിൽ നമ്മൾ ആവോളം പങ്കുവഹിച്ചു ജീവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആലോചനയാണ് ലഭിക്കുന്നത്. നമുക്ക് ആ താല്പര്യത്തോടെ 1-ാമത്തെ വാക്യം വായിക്കാം. വേഴ്സ് 1. ഇവിടെ വായിച്ചത് ക്ഷാമം എന്ന വിഷയമാണല്ലോ മുഖ്യമായിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് ഈ ക്ഷാമം ഉണ്ടായി, അവർ പോയി എന്നാണ്. അപ്പൊ ആ കാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് സംശയമില്ല. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടങ്ങുന്നത് തന്നെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്. അപ്പോൾ ആ ന്യായപാലനം നടത്തുന്ന കാര്യത്തിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം. നമ്മൾ പഴയ നിയമം വായിച്ചാൽ ആവർത്തി പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൽപ്പന ലംഘിച്ച് ജീവിച്ചാൽ നിനക്ക് ഞാൻ ക്ഷാമം അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദേശത്ത് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എന്നാണ്. നമുക്കത് നോക്കാം. ഈ ന്യായാധിപന്മാരുടെ കാലത്തുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കിക്കേ. 1-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 1 വേഴ്സ് 21, 21-ാമത്തെ വാക്യം. ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. 28-ാമത്തെ വാക്യം വേഴ്സ് 28. ഇസ്രായേൽ മക്കള് കനാനിലെ മുഴുവൻ നീക്കിക്കളഞ്ഞില്ല. 31-ാം വാക്യം വേഴ്സ് 31. ആശേറും മറ്റ് പല സ്ഥലങ്ങളിലും നീക്കിക്കളഞ്ഞില്ല. അപ്പോൾ 3 പേര് 3 ഗോത്രക്കാർ ചെയ്ത കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഉണ്ട് വാക്യം, അത്ര വായിക്കുന്നുള്ളൂ. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് നീക്കിക്കളയേണ്ട ജാതികളെ നീക്കിക്കളയാതെ അവരുടെ കൂടെ അങ്ങ് പാർക്കുക. ദൈവം അബ്രഹാമിന് കൊടുത്ത കൽപ്പന എന്നറിയാമോ? കനാനില് ഹിവ്യര് യെബൂസ്യര് ഇവരൊക്കെ പാർക്കുന്ന സ്ഥലത്ത് നിന്റെ ജാതിയെ കൊണ്ടുവന്നിട്ട് അവരെ നീക്കിയിട്ട് ഞാൻ അവരോട് പാർപ്പിക്കുമെന്ന് പറയുന്നത്. അവിടേക്ക് അവരെ അയച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ അയക്കുന്നു. നിങ്ങളവിടെ ചെന്നിട്ട് അവരെ അവിടെ നിന്ന് നീക്കണം, അവരെ മാറ്റണം, മാറ്റിയിട്ട് നിങ്ങളവിടെ പാർക്കണം. പ്രത്യേകം പറഞ്ഞു വിട്ട കാര്യമാണ്. ആ ജാതികളെ നീക്കിയിട്ട് നിങ്ങളവിടെ പാർക്കണം. ഇവരെന്ത് ചെയ്തു? അവർ സൗകര്യപ്രദമായിട്ട് പലരെയും നീക്കാതെ ഇരുന്നു. ഒരു കൂട്ടര് കനാനിലെ നീക്കാതിരുന്നിട്ട് അവരെ കൊണ്ട് വീട്ടിലെ വേലകളൊക്കെ ചെയ്യിപ്പിച്ചു. ഒരു സഹായമായിട്ട് നിൽക്കട്ടെന്ന് വിചാരിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 34-ാമത്തെ വാക്യം വേഴ്സ് 34, 34-ാമത്തെ വാക്യം. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി അങ്ങ് വനവേ കയറ്റി. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്തുവാ? ദാൻ മക്കളെക്കാളും അമോര്യര് ശക്തന്മാരായി. മനസ്സിലായല്ലോ? ശത്രുക്കളെ നീക്കാതിരിക്കുമ്പോൾ ഓർക്കണം, ശത്രു ഒരിക്കൽ ബലവാനാകും, അല്ലെങ്കിൽ നമ്മളൊരിക്കൽ ബലഹീനരാകും. ബലഹീനരായി കഴിഞ്ഞാൽ അവൻ നമ്മളെ ഉപദ്രവിക്കും, ശല്യപ്പെടുത്തും. അവരെ തിക്കിത്തള്ളി വനവേൽ കയറ്റിയെന്നാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും അനുവദിച്ചില്ല, സ്വാതന്ത്ര്യം കൊടുത്തില്ല. മാറ്റേണ്ടത് മാറ്റിയില്ലെങ്കിൽ, നീക്കേണ്ടത് നീക്കിയില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഉപദ്രവം ഉണ്ടാകും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ,
ആത്മീയമായ ചിന്തയാണ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ 2-ാമത്തെ വാക്യം വായിക്കാറുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പേൻ. പക്ഷെ 1-ാമത്തെ വാക്യം എന്തുവാ? ഒന്ന് നോക്കിക്കേ. 1-ാം വാക്യം എന്തുവാ? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് വേണം എന്ത് ചെയ്യേണ്ടത്? വചനം പാല് പോലെ ആർത്തിയോടെ താല്പര്യത്തോടെ പിടിച്ചാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, വായിച്ചാൽ മാത്രം പോരാ. അത് ചെയ്യുന്നതിന് മുമ്പ് നീക്കിക്കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നീക്കിക്കളയണം. ആ കാര്യം പത്രോസ് എഴുതുമ്പോൾ വിശ്വാസികളോട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീക്കാനല്ല പറഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല, നീക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാ? നമുക്കതൊക്കെ മറുപടി പറയാൻ മടിയാന്ന് എനിക്കറിയാം. പത്രോസ് നേരിട്ട് പറയുന്നത് നീക്കിക്കളയണമെന്നോ? അതിന്റെ തനിക്കറിയാം, ഉണ്ടെന്നറിയാം. ഇതെല്ലാം നീക്കാതെ എത്ര പഠിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര വായിച്ചാലും, എത്ര ധ്യാനിച്ചാലും, എത്ര ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലും വളരത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. ഈ ചില കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, പിള്ളേരെയൊക്കെ വലിയൊരു വയറായിട്ട് കണ്ടിരിക്കും. വലിയൊരു വയർ, കൊച്ചു 2 കാലും കൊച്ചു 2 കൈയും, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളെ. ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടറോട് നിന്ന് പറയും, ഡോക്ടറെ ഇവന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഇവന് ആരോഗ്യമില്ല. ആഹാരം കഴിക്കുന്നുണ്ട്, ആരോഗ്യമില്ല. അപ്പൊ ഡോക്ടർ ശരിക്ക് പരിശോധിച്ച് മനസ്സിലാക്കി എടുക്കും, ഇവന്റെ വയറ്റിൽ ചില പ്രത്യേക കൃമികൾ. പണ്ട് നമ്മൾ പറയുന്നത് വരയെന്നായിരുന്നു, വര. ഓർമ്മയുണ്ടല്ലോ? ഇതകത്തുണ്ടെങ്കിൽ എത്ര ആഹാരം കഴിച്ചാലും അത് അവനടിക്കൊണ്ടെങ്കിൽ നമുക്കൊരു വലിയ വയറ് മാത്രമേ കിട്ടത്തുള്ളൂ, ആരോഗ്യം കിട്ടത്തില്ല. ഇന്ന് പല വിശ്വാസികളും എങ്ങനെയാ? മുമ്പ് വായിച്ച പല സ്വഭാവ ദുർഗുണങ്ങളും ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ട്, ചിന്തയിലുണ്ട്. അത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ പഠിക്കാനല്ല പറഞ്ഞത്. മാറ്റിയിട്ട് നീക്കിക്കളഞ്ഞിട്ട് പഠിക്കേണ്ടതുപോലെ പഠിക്കുമ്പോൾ അതിനാവശ്യമുള്ള ആത്മീയ പുഷ്ടി ഉണ്ടാകും. നമ്മുടെ ആരോഗ്യമില്ലായ്മയുടെ കാര്യം ഒന്നതല്ലേ എന്ന് ന്യായമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കണം. അത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആത്മീയമായിട്ട് ബലമുള്ളവരായിരിക്കാം. നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മീയ ബലം കുറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൻ നമ്മെ അറ്റാക്ക് ചെയ്യും. ഒരു വാക്കോട് വായിച്ചിട്ട് പോകാം, ആദ്യം വിശദീകരിക്കുന്നില്ല. 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2 Corinthians chapter 7 verse 1. നീക്കി കളയേണ്ടതിന്റെ ആവശ്യകത ഒന്ന് പറയാൻ വേണ്ടി വായിക്കുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം. മനസ്സിലായല്ലോ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം എന്ന് പറഞ്ഞാൽ ഓൾ ഫിറ്റ്നസ് എവിടുന്ന? ജഡത്തിൽ നിന്നും ആത്മാവിൽ നിന്നും, പുറത്തു നിന്നും അകത്തു നിന്നും. നമ്മൾ പറയാമല്ലോ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ എന്നൊക്കെ പറയാമല്ലോ. രണ്ടിടത്തും പ്രശ്നമുണ്ടാവും, സൂക്ഷിച്ചോണം. ഈ ജഡത്തിലെയും ആത്മാവിലെയും കൺവെൻഷൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ അശുദ്ധി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാമല്ലോ, നമ്മൾ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടല്ലോ, ഒരപ്പന്, ഇളയ മകൻ. ആ അപ്പന്റെ ഒരു മൂത്ത മകനുമുണ്ട്. ഈ മുടിയൻ പുത്രനെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് സമ്പത്തെല്ലാം നശിപ്പിച്ച് പോയിട്ട് വന്നവനാണ്. അവന് ജഡത്തിലെ അശുദ്ധിയുള്ളവനാണ്. അവൻ ജഡം കൊണ്ട് ജീവിച്ച് ദോഷം പ്രവർത്തിച്ചവനാണ്. ജഡത്തിൽ അശുദ്ധി കൊണ്ട് അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവന്റെ അപ്പൻ അവനെ സ്വീകരിച്ച് സന്തോഷത്തോടെ. അവൻ ചേട്ടൻ എന്താ പറഞ്ഞു? ചേട്ടൻ അത് സ്വീകരിക്കാൻ താല്പര്യമില്ല. അവൻ പുരയ്ക്കകത്ത് വന്നു. ആരാ? ഇളയ അവൻ പുരയ്ക്കകത്ത് വന്നു. ചേട്ടൻ എവിടെ? ഇപ്പൊ പുരയ്ക്ക് വെളിയില്ല. അപ്പൻ പുരയ്ക്കകത്ത് നിന്ന് വെളിയിൽ വന്ന് അവൻ സംസാരിക്കുക ചേട്ടനോട്. മനസ്സിലായോ? അപ്പൊ അനിയൻ ചെയ്ത പാപം ജഡത്തിലെ പാപമാണ്, ബാഹ്യമായ പാപമാണ്. ചേട്ടൻ ചെയ്തോ? അകത്തെ പാപം. സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഉള്ളു തുറന്ന് സഹോദരനെ കണ്ട് ചിരിക്കാൻ പോലും ഇത് ആത്മാവിലെ കൺവെൻഷനാണ്. പൗലോസ് പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഏത് കാര്യമാണ്? വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 2 Corinthians 6-ാം അധ്യായം മുഴുവൻ വായിക്കണം. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനും നീക്കി മുൻപോട്ട് പോകാനുള്ള ആഹ്വാനം നമുക്ക് തരിക. 2 വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നീക്കേണ്ടത് നീക്കാതിരുന്നാൽ ദോഷമുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് പറഞ്ഞു, എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നവർ എഴുതിക്കോ, വായിക്കണ്ട, ഞാൻ പറയാം.
4-ാം അധ്യായം 27-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് അവസരം കൊടുക്കരുതെന്നാണ്, ഓപ്പർച്യൂണിറ്റി കൊടുക്കരുതെന്നാണ്. പിശാചിന് ഇടം കൊടുത്താൽ ഏതെങ്കിലും സമയത്ത് അവൻ നമ്മളെ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം നീക്കേണ്ടവരെ നീക്കിക്കളഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം വായിച്ച് ന്യായാധിപന്മാർ പുസ്തകം ഒന്ന് വായിക്കണം. അത് 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 10. പിന്നെ തലമുറയൊക്കെയും തങ്ങളുടെ രാജ്യമായിട്ട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവർ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. അതാണ് രണ്ടാമത്തെ പരാതി. ദൈവത്തെ അറിയാത്ത ഒരു തലമുറ. ഈ ദൈവത്തെ അറിയാത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിരുന്നൊന്നുമല്ല. അവർ ആരാധിക്കുന്നവരാ, യാഗം കഴിക്കുന്നവരാ, പല കാര്യങ്ങൾ ചെയ്യുന്നവരാ. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠത അവർക്ക് വേണ്ടവണ്ണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിതാക്കന്മാരെ ആരാധിച്ചു വന്ന, മഹത്വപ്പെടുത്തി വന്ന, ദൈവത്തെ സ്തുതിച്ചു വന്ന, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യം. ഞാൻ എത്രയോ വർഷം പള്ളിപ്പാട്ട് വന്ന് ചക്കോലിന്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഈ കൊയ്ത്ത് സമയത്ത് ഞങ്ങൾക്ക് സ്കൂൾ അവധിയാണല്ലോ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പല പിതാക്കന്മാരുടെയും ചിത്രം എന്റെ മുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ശമലപ്പച്ചമാർ തന്നെ 3-4 ഉണ്ടായിരുന്നു. ഓരോരുത്തർ ചിത്രം എന്റെ മുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അവരുടെ വരവ്, അവരുടെ ഡ്രസ്സ്, അവരാരാധിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പ്, അവരുടെ സൗമ്യത, അവരുടെ പ്രാർത്ഥന വളരെ ചെറുപ്പമാണ്. ഞാൻ ഇപ്പോഴേക്കും അത് ഓർമ്മയുണ്ട്. എവിടെ പോയി? നമ്മൾ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് പൊങ്ക് കാണിക്കുന്നവരാ അല്ലേ? നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നവരാ. നമ്മുടെ പിതാക്കന്മാരുടെ ഭക്തി എവിടെയുണ്ട് നമുക്ക്? ഇവിടെ സംഭവിച്ചതാ. ദൈവത്തെ അറിയാത്ത തലമുറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ ദൈവം ഇല്ലാത്തവരെന്നല്ല. അവരാരാധിക്കുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, ഉത്സവം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ വേണ്ടോണ്ട് അതിന്റെ സത്ത മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത്. നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ ജോസഫ് മരിച്ചു, ജോസഫിന്റെ കാലം കഴിഞ്ഞു, അന്നത്തെ രാജാവ് മാറി, പിന്നെ വേറെ രാജാവ് വന്നു, അടുത്ത രാജാവ് വന്നു. പിന്നെ വായിക്കുന്നത് ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിൽ വാണു. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മിസ്രൈം ആക്കിയതാരാ? ജോസഫാണ്. ഇല്ലെങ്കിൽ എല്ലാം പട്ടണം ചത്തുപോയെങ്കിൽ ദൈവം ഉപയോഗിച്ച ആ മനുഷ്യനെയാണ്. ഒരിക്കലും മറക്കാൻ കഴിയാതെ വണ്ണം ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടതാണ്. എഴുതി വെച്ച് കാണും. അത് ആ രാജാവ് വായിച്ചില്ല, പഠിച്ചില്ല. അത് പറഞ്ഞതിന്റെ ആശയം അതാ. ദൈവത്തെക്കുറിച്ച് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. തലമുറ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ വളരെ ദുഃഖത്തോടെ പറയുന്നു. തലമുറ ദൈവഭയമില്ലാതെ ജീവിക്കും. ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. പഠിക്കാഞ്ഞിട്ടല്ല, പഠിപ്പിക്കാഞ്ഞിട്ടല്ല, മനസ്സിലാകാഞ്ഞിട്ടല്ല, സാരമില്ല എന്ന ചിന്ത. ഇന്നത്തെ കാലവും അന്നത്തെ കാലവും ഏകദേശം ഒരുപോലെയാണെന്ന് പറയാൻ വന്നൊരു സാരം. നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ നമുക്ക് അറിയാം. നാം അറിയണം. നാം രക്ഷിക്കപ്പെട്ടു, ദൈവത്തെ ആരാധിക്കുന്നു, കൂട്ടായ്മ അനുഭവിക്കുന്നു, വചനം പഠിക്കുന്നു, എല്ലാ കാര്യം ചെയ്യുന്നു. അത് മാത്രം പോരാ, നമുക്ക് എത്രമാത്രം കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയാൻ കഴിയുമോ അത്രമാത്രം അറിയണം. കർത്താവിനെ കുറിച്ചല്ല, നോയിങ് അബൌട്ട് ഗോഡ് അല്ല ഞാൻ പറഞ്ഞത്, നോയിങ് ഗോഡ്. ദൈവത്തെക്കുറിച്ച് അറിയാനല്ല, ദൈവത്തെക്കുറിച്ച് അറിയാൻ പുസ്തകം വായിക്കാൻ പഠിക്കുകയും ചെയ്താൽ മതി. ദൈവത്തെ അറിയണം, അവനെ അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ദുഷ്കർമ്മത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കത്തുള്ളൂ. ന്യായാധിപന്മാരുടെ കാലത്തെ രണ്ടാമത്തെ പരാജയം ദൈവത്തെ വേണ്ടവണ്ണം അറിയാത്ത ഒരു തലമുറ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട് പൗലോസിന്റെ ഒരു വാക്ക്. പൗലോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രവൃത്തി ആരംഭിച്ച് സുവിശേഷവേലയൊക്കെ ചെയ്ത് ധാരാളം സഭകളുണ്ടായി, പുസ്തകങ്ങളൊക്കെ എഴുതി, ജയിലിൽ കിടന്നു, കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് ഏതാണ്ട് 10-30 വർഷത്തിന് ശേഷമാണ് ആ കണക്ക് നോക്കി മനസ്സിലാകുന്നത്. ഫിലിപ്പിനായിട്ട് വായിക്കുന്നത്, എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാന ശക്തിയെയും അനുഭവിച്ച് അറിയണം. ഐ മേ നോ ഹിം ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. എന്തോ ആഗ്രഹമാണ്. ഒരു വലിയ ദേവദാസൻ അനേക വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പറയുക, എനിക്ക് അവനെ അറിയണം. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരന്മാരെ, നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എന്തോ അറിയുന്നു. നമ്മൾ എത്രമാത്രം അറിയുന്നുവോ അതനുസരിച്ച് നമുക്ക് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിച്ചു വരും. ഇവിടെ സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതിനാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നത്. ഒന്നാമത്തേത്, അവൻ മാറ്റേണ്ടവരെ മാറ്റിയില്ല. രണ്ടാമത്തേത്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ ഇല്ലാതെ വന്നു. മൂന്നാമത്തെ കാര്യം വായിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറയാം.
13 മുതൽ 16 വരെയുള്ള 4 അധ്യായങ്ങൾ ഒരാളെ കുറിച്ചാണ്, ശിംശോനെ കുറിച്ചാണ്. ശിംശോൻ എന്ന ഒരു ന്യായാധിപൻ നല്ലൊരു മനുഷ്യനായിരുന്നു, ആത്മാവ് നിറഞ്ഞ് ശുശ്രൂഷകൾ ചെയ്തവനായിരുന്നു. പക്ഷേ ജീവിതത്തിൽ മെച്ചമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പരാജയമുണ്ടായി. ആ പരാജയം സമ്പൂർണ്ണ പരാജയമായിരുന്നു, സമ്പൂർണ്ണ പരാജയം. അതുപോലൊരു ഒരു മനുഷ്യനെ ഇസ്രായേൽ മക്കൾ കണ്ടിട്ടില്ല ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ. അത്ര ശക്തനായിരുന്നു, ശത്രുക്കൾക്ക് അവന് ഭയമായിരുന്നു. പക്ഷേ അവൻ ഒരു പാപം അവനെ പരിപൂർണ്ണ പരാജയത്തിലാക്കി. എങ്കിലും കർത്താവ് കരുണയുള്ളവനായതുകൊണ്ട് അവസാനം അറിയാമല്ലോ ചരിത്രം, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ ദൈവാലയത്തിന്റെ തൂണിൽ ചാരി നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ശക്തി തരണേ, ഇവരോട് പ്രതികാരം ചെയ്യാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന. എന്നിട്ട് ആ ബലത്തോടെ ആ തൂണ് പിടിച്ച് കുലുക്കി എല്ലാം കൂടെ താഴെ വീണു. താൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ അധികം ആൾക്കാരെ മരിച്ചപ്പോൾ കൊന്നു. വീട്ടിൽ പോയി താമസ വായിച്ചുമൊക്കെ 13, 14, 15, 16 4 അധ്യായങ്ങൾ. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയ ശ്രേഷ്ഠനായ ഒരു ന്യായാധിപൻ ഉള്ള കാലം. 3 കാര്യം ഓർത്തു: നീക്കേണ്ടവരെ നീക്കിയില്ല. 2 ദൈവഭക്തിയില്ലാത്ത തലമുറ. 3 പരാജയം പരിപൂർണമായി സംഭവിച്ച ഒരു നേതൃത്വം. ഇനിയത്തെ കാര്യം എനിക്ക് തന്നെ വായിച്ച രസകരമായി തോന്നി. അതൊന്ന് വായിക്കണം. 17-ാം അധ്യായം ജഡ്ജസ് 17, അതിന്റെ 7-8 വാക്യങ്ങൾ നോക്കിക്കേ. ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ നോക്കിക്കേ. അവിടെ പറഞ്ഞേക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ച്, അവന്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. 17-7. ബേത്ലഹേമിനായ യഹൂദ ഗോത്രത്തിൽ വന്ന ഒരു യുവാവ്. അതെങ്ങനാ നിങ്ങൾ പറ, അതെങ്ങനാ? യഹൂദ ഗോത്രത്തിൽ ബേത്ലഹേമിനായ ഒരു യുവാവ്. അവനാരാ? ലേവി. അതെങ്ങനാകും? ബേത്ലഹേമിൽ പാർക്കുന്ന യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രക്കാരാ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യഹൂദ ഗോത്രം 12 ഗോത്രങ്ങൾ ഒരു ഗോത്രമാണ്. അവൻ ലേവിനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അത് വേറൊരു ഗോത്രമാണല്ലോ, വേറൊരു ഗോത്രമാണ്. താഴോട്ട് വായിച്ചു. സംഭവിച്ചെന്തുവാ? അവിടെ വന്ന് പാർക്കുന്നവനാ. പക്ഷെ അവൻ ഇടയ്ക്കങ്ങാണ്ട് പണ്ടങ്ങാണ്ട് ഇവിടെ വന്നതാ. അവൻ ലേവിനാണ്, ലേവി ഗോത്രക്കാരനാണ്. പണ്ടങ്ങാണ്ട് ഇവിടെ വന്നതാ. വന്നപ്പോ ഇവിടെ താമസിച്ച് അവിടെ പാർക്കും. ബാക്കി എന്ത് വായിച്ച് അത് സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ബാക്കി എന്തുവാ? ഇവന്റെ ജോലി അതായിരുന്നു. എന്തോന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യും, തര കിട്ടുന്നിടത്ത് പാർക്കും. പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത് പ്രസംഗിക്കും, യാഗം കഴിക്കുന്ന അവസരങ്ങളിൽ യാഗം കഴിക്കും, പാട്ട് പഠിപ്പിക്കുന്നത് പാട്ട് പഠിപ്പിക്കും, എന്ത് വേണം ചെയ്തോളും. തര കിട്ടുന്നിടത്ത് പാർക്കും. അവൻ ആരാ? ലേവിന. വന്നു വിടുന്ന യഹൂദ ഗോത്രത്തിൽ നിന്നാ. വായിച്ചെന്തുവാ? യഹൂദ ഗോത്രക്കാരനെന്നാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ? ഇത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ ചെയ്തു തോന്നി. ഒരു ക്രമവുമില്ലാത്തൊരു ചെയ്തു, ഒരു ക്രമവുമില്ല. ഞാൻ തമാശ പറയാം, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആലപ്പുഴയിൽ നിന്നൊരു ബന്ധക്കോസുകാരൻ പള്ളിപ്പാട്ട് വന്നു. അവൻ ബ്രദറുകാരനായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ബന്ധക്കോസുകാരൻ പള്ളിപ്പാട്ട് വന്നു. അവൻ ബ്രദറുകാരനായിരുന്നു. എന്താ മനസ്സിലായി? വരെ മനസ്സിലായോ? നമ്മുടെ പിള്ളേരെ പഠിക്കാൻ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പിള്ളേരെ ഇടയ്ക്ക് കാണുമ്പോൾ, മോനെ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഉണ്ട്. എവിടെയാ പോകുന്നേ? പോകുന്ന സഭയുടെ പേര് പറയും. അപ്പൊ ചോദിക്കും, എന്താ മക്കളെ നമ്മുടെ അസംബ്ലി അവിടെ ഇല്ലായിരുന്നു ചോദിക്കും. അത്ര ചോദിച്ചാൽ മതി. അവന്റെ അടുത്ത് അമ്മ നിൽപ്പുണ്ട്. അമ്മ പറയും, അയ്യോ ബ്രദറെ എവിടെ പോയാലും പറയാം, ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്. അമ്മ സപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ പറഞ്ഞത് ആലപ്പുഴയിൽ നിന്ന് പെന്തക്കോസ്തുകാരൻ വന്നു. അവൻ ആരായിരുന്നു? ബ്രദറുകാരാണ് ബ്രദറുകാരനായിരിക്കണം, പെന്തക്കോസ്തുകാരനായിരിക്കണം. രണ്ടുകൂടി ചേർന്ന് പറ്റത്തില്ല. ലേവിയാണ് ലേവി ആയിരിക്കണം, യഹൂദനാണ് യഹൂദനായിരിക്കണം. ഇല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലത്ത് പോലെ ക്രമം കെട്ട കാര്യമാണ്. 2, 3, 4 മാസമൊക്കെ അവിടെ പോയി ആരാധന കഴിഞ്ഞിട്ട്, അവിടെ പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഈ സഭയിലോ മറ്റു സഭകളിലോ വന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ ആരാധനയും കഴിഞ്ഞ് അപ്പം നിന്ന് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ? ആരാ ഉത്തരവാദി? ഈ വാക്കിൽ നിങ്ങൾ വരയിട്ട് വെച്ചു. ഒരു ലേവ്യൻ, അവൻ യഹൂദ ഗോത്രക്കാരൻ, കരം കിട്ടുന്നിടത്ത് പാർക്കുന്നവൻ. ക്രമം കെട്ട ജീവിതമുള്ള കാലമായിരുന്നു ആരുടെ കാലം? ന്യായാധിപന്മാരുടെ കാലം. അതാണ് ക്ഷാമത്തിന്റെ മറ്റൊരു കാര്യം. ഇനി ഒരു വാക്കുകൾ വായിച്ച് നമുക്ക് തൽക്കാലം ആ ഹെഡിങ് അവസാനിപ്പിക്കാം. ഈ രാജാവ് ഇല്ലാത്ത കാലം നമ്മൾ വായിച്ചല്ലോ. 17:6 വായിച്ച്. 17:6
രാജാവില്ലായിരുന്നു. ബോധിച്ചതുപോലെ നടന്നു. 21 20 നമ്മൾ ആദ്യം വായിച്ചതാണ്. അവസാനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ. ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ജനം ബോധിച്ചതുപോലെ നടന്നു. ഞാൻ ചോദിക്കട്ടെ, രാജാവില്ലായിരുന്നു പറഞ്ഞ സത്യമാണ്. സിംഹാസനത്തിൽ ഇരിക്കുവാൻ രാജാവില്ല. പിന്നെ രാജാക്കന്മാരുണ്ടായത് പിന്നെയാണ്. എന്നാൽ ന്യായാധിപന്മാരുണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വരികയും ദൈവരാക്കുകയും ചെയ്തു. രാജാവ് ഇല്ലെങ്കിലും സിംഹാസനമില്ലെങ്കിലും ന്യായാധിപന്മാർ ഭരിക്കത്തക്ക പോലെ എല്ലാ സമയത്തും ഇല്ലെങ്കിലും ഇവർക്ക് എഴുതപ്പെട്ട് കിട്ടിയ പ്രമാണമില്ലായിരുന്നു. ഇല്ലായിരുന്നു, ഉണ്ട്. ഇവരുടെ പിതാക്കന്മാര് അനുഭവിച്ച നന്മകള് മക്കളോട് പങ്കുവച്ചത് അവർ കേട്ടിട്ടില്ലേ? മക്കളെ, ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വന്നു. 10 ബാധ അയച്ചാണ് അവിടുന്ന് വിടുവിച്ചത്. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ കടലിൽ ഇക്കരെ കടന്ന് അത്ഭുതമായിട്ട് ഇക്കരെ എത്തി. അടുത്ത തലമുറ യോർദാൻ കടന്ന് ഇക്കരെ എത്തി. എന്തെല്ലാം കാര്യം അവർ പറഞ്ഞു. മഞ്ഞ കഴിച്ച കാര്യം, കാടപ്പക്ഷി കഴിച്ച കാര്യം, കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ കാര്യം, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടും ഇപ്പൊ അവർ പറഞ്ഞത് എന്തുവാ? ഞങ്ങൾക്ക് രാജാവില്ല. രാജാവില്ലെങ്കിൽ എന്താ? രാജാവിനേക്കാളും ശ്രേഷ്ഠമായി നടത്തിയ ഒരു രാജാവ് നിന്റെ പിതാക്കന്മാർക്കില്ലായിരുന്നു. അവരെ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചില്ല. അതനുസരിച്ച് ജീവിച്ചപ്പോരെ. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നതെന്നറിയാമോ? നാം വായിക്കുന്നത് സദൃശവാക്യത്തിൽ വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അവ അണിയണിയായി നടപ്പുന്നു. എന്നുവെച്ചാൽ അത് പോകുന്ന കണ്ട ഒരു ഭംഗിയാണ്. നമ്മൾ കണ്ടുകൊണ്ടല്ലോ, ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ സമയത്തൊക്കെ ചില ചെറിയ കിളികൾ ഒന്നിച്ച് പറക്കും. അത് പോകുന്ന കണ്ടാൽ നല്ല ലൈനായിട്ട് പോകുന്നുകൊണ്ടിരിക്കും. പട്ടാളക്കാർ പോകുന്നതല്ല. അതിന് രാജാവുണ്ടോ? നേതാക്കന്മാരുണ്ടോ? പറയാൻ ആളുണ്ടോ? ഇല്ല. അതങ്ങ് പോകും. ഭിത്തിയെക്കൂടെ ഉറുമ്പെഴുന്ന് കണ്ടിട്ടുണ്ടോ? ഉറുമ്പിങ്ങനെ നീളത്തിൽ പോകും, ലൈനായിട്ട് പോകും, വഴി തെറ്റാതെ പോകും. മുന്നിൽ പോകുന്നതിന്റെ കൂടെ പൊക്കോളും. ചിലപ്പം ഈ ഇടയ്ക്കൊന്നൊരു ഉറുമ്പ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് നടുക്കൊന്ന് നിൽക്കും. എന്തോ പറയാ കേട്ടോ, നമുക്കറിയത്തില്ല. അന്നേരം ആ പകുതി വെച്ച് മുറിഞ്ഞ് അത് വഴിമാറി യാത്ര ചെയ്യും. എന്താണെന്നറിയാമോ? എന്തോ അപകടം മുമ്പിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വേറെ ഉറുമ്പ് വന്ന് പറഞ്ഞതാണ്. അപ്പോൾ വഴിമാറി യാത്ര ചെയ്യും. ഉറുമ്പിനും വെട്ടുകിളിക്കും പക്ഷിക്കും ഒന്നും രാജാവില്ലെങ്കിലും അണിയണിയായിട്ട് പോകുന്നു. നമ്മളെ സംബന്ധിച്ചോ? നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ തെളിച്ചൊക്കെ പറയാം. ബ്രദറുകാരെ സംബന്ധിച്ചോ? എല്ലാവരും പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭരണമില്ല, കേന്ദ്രമില്ല, പുത്തരിഞ്ഞ പുസ്തകം പോലെ അങ്ങനൊന്നുമല്ല. നമ്മളെപ്പോലെ മെച്ചമായി ജീവിക്കാൻ കഴിയുന്ന യാതൊരു ഗ്രൂപ്പും ഈ ഭൂതലത്തിലില്ല. സത്യം യഥാർത്ഥമായിട്ട് ഗ്രഹിച്ച നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പത്യവചനം ഗ്രഹിച്ചവരവരാ. നാം അതിന് പിന്നാലെ അത് പഠിച്ച് മുമ്പോട്ട് വന്നവരാ. നമുക്ക് പറ്റിയ പരാജയം എന്തുവാ? ഞാനൊരു അത് വേറെ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. പള്ളിയിൽ പോകുന്ന ആൾക്കാർ നമുക്കറിയാമല്ലോ. പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നവർ നമുക്കറിയാമല്ലോ. ഈ പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും അവർ കുളിച്ച് വൃത്തിയാകാതെ അമ്പലത്തിലെ പള്ളിയിൽ പോകത്തില്ല. അവർ പള്ളിയിലും അമ്പലത്തിൽ കയറുന്നതിന് അവരുടെ ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിടും. ചെളിയുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും വളരെ ഭക്തിയോടെ അവർ ആരാധിക്കുന്നതും തൊഴുതും കണ്ടിട്ടുണ്ടോ? എന്താ അവരുടെ ഭക്തി കാരണം എന്നറിയാമോ? അവർക്ക് അവിടെ എന്തോ കാണാനുണ്ട്. ആ കാണുന്നതിന്റെ പേരാണ് വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറയുന്നത്. അത് തെറ്റാ, തികച്ചും തെറ്റാ, ഒരിക്കലും പാടില്ലാത്ത കാര്യം. പക്ഷേ അതുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഭക്തി. കാണാനുള്ളത് കൊണ്ട് ഭക്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഭക്തിയില്ലാത്ത എന്തുകൊണ്ടാണ്? കാണാനില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന എന്തുവാ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മൾ വസിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസ്ഥാനത്തോ ഇല്ലെന്നാളും നിങ്ങളോട്. ഈ രണ്ട് വാക്ക് നമുക്ക് കാണാൻ അറിയാം. കൂടെ ഉണ്ടെന്നറിയാം, വിശ്വസിക്കുന്നു. അകത്തുണ്ടെന്നറിയാം, വിശ്വസിക്കുന്നു. പിന്നെന്താ ഭക്തിയില്ലാത്ത? എന്താ ഭയമില്ലാത്ത? കാണാത്തത് കൊണ്ടോ? എന്താ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്തുവാ? വിശ്വാസം എന്നതോ ഇതെല്ലാം കാണാൻ അറിയാൻ മതി. ഇതെല്ലാം കാണാൻ അറിയാം. എന്നിട്ട് നമുക്കെന്തില്ല? കാണാത്തത് കൊണ്ട് ഭക്തിയില്ല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് സമയത്തിനിടയ്ക്ക് സാറ് വരാൻ അല്പ ഗ്യാപ്പ് വന്നാൽ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കണ്ടുകൊടുക്കും. ഒരു ബഹളം എന്നറിയാമോ? ബഹളവും സംസാരവും അടിയും പിടിയും ഒക്കെയാ. സാറങ്ങോട്ട് വന്നു കഴിയുമ്പം എല്ലാം അങ്ങ് ശാന്തമായി. മനസ്സിലായോ? സാറിനെ ഭയപ്പെട്ട. അപ്പൊ നമുക്ക് ആരെയാ ഭയമില്ലാത്ത? നമുക്ക് ദൈവത്തെ ഭയമില്ല. കാരണം എന്ത്? ദൈവത്തെ നമുക്ക് കാണുന്നില്ല. കാണുമെന്ന് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. ആരാധനയ്ക്കെന്ന് പറയുകയും ചെയ്യും. ഒരിക്കൽ കാണാതിരിക്കത്തില്ല, നിശ്ചയമായിട്ട് കാണും.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നേ വിചാരിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് അവർക്ക് രാജാവില്ല എന്നുള്ളത് സത്യമാണ്. രാജാവില്ലെങ്കിൽ ഒരു പ്രമാണമുണ്ട്. രാജീയ കൽപ്പന ദൈവം കൊടുത്തിട്ടുണ്ട്. പിതാക്കന്മാരെ അനുസരിച്ചിട്ടുണ്ട്. യാഗം കഴിക്കുന്നത്, ഉത്സവം കഴിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് പിൻപറ്റിയാൽ മതിയായിരുന്നു. രാജാവില്ല എന്ന ഒരേ ഒരു കാരണത്താൽ അവർ വഴിതെറ്റി ജീവിച്ചു. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഈ കാലത്ത് വളരെ ഭക്തിയോടെ നാം ജീവിക്കണം. നമുക്ക് രാജാവുണ്ട്. നമുക്കുള്ള രാജാവല്ല, രാജാതിരാജാവാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ട്. നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ പിശാച് വസിച്ചിരുന്നു. നാം യേശുവിനെ കർത്താവ് സ്വീകരിച്ചപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ ആരംഭിച്ചു. നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ കർത്താവ് ഉണ്ട്, രാജാവായിട്ട്. അത് ഹൃദയ കണ്ട് നമുക്കവനെ ഭയപ്പെട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ രാജാക്കന്മാർ ഈ കാലം പറഞ്ഞ പോലെ ന്യായാധിപന്മാരുടെ കാലം വന്നതുപോലെ നമുക്കും അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. 7 പ്രാവശ്യം ഇവർ പിന്മാറിപ്പോയി എന്ന് അപ്പസ്തോലത്തിൽ വാക്യമുണ്ട്. എവിടെയാ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7 times. ഒന്നുകൂടി വാക്ക് മാത്രം വായിക്കാം. 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 3 verse 6. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് കണ്ടോ? 3:6. 4:1 വായിച്ചേ. 4:1 ചാപ്റ്റർ 4 verse 6. ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമാണ് ചെയ്തു. 6:1 വായിച്ചേ. 6:1 മതി. ഇങ്ങനെ വായിച്ചാൽ ആ പുസ്തകത്തിൽ 7 പ്രാവശ്യം അവര് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം പരിപൂർണമായ ആത്മീയ അധപ്പതനം ഉള്ള കാലം. അതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ച 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലം. എന്തുണ്ടായിരുന്ന ആണോ? എന്നോട് എട്ടെന്ന് പറഞ്ഞ തോന്നിയില്ല. ഓക്കെ. എന്തുണ്ടായെന്ന് പറഞ്ഞേക്കുന്ന അവിടെ ക്ഷാമം ഉണ്ടായ കാരണം അതാണ്. ഈ കാലം നല്ലൊരു കാലമല്ല. ക്ഷാമം പ്രതീക്ഷിക്കാം. ക്ഷാമം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മെ സംബന്ധിച്ച് കഴിക്കാൻ ആഹാരം കിട്ടാതെ വരുമെന്ന ആശയമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ആത്മീയ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നു. നമുക്ക് എന്താണോ ആവശ്യം അത് കിട്ടാതിരിക്കുന്നു. നമുക്ക് ആരോഗ്യം ആവശ്യമുണ്ട്. ആരോഗ്യമില്ലെങ്കിൽ അതിനർത്ഥം എന്തുവാ? ആരോഗ്യത്തിന് ക്ഷാമമുണ്ട്. പരിജ്ഞാനമില്ലെങ്കിൽ പരിജ്ഞാനത്തിന് ക്ഷാമമുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞ്? സമ്പത്തില്ലെങ്കിൽ സമ്പത്തിന് ക്ഷാമമുണ്ട്. ഇതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നിശ്ചയമായിട്ടും ഒരു ക്ഷാമം നമുക്ക് പ്രതീക്ഷിക്കാം. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2019-20 കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ക്ഷാമം അനുഭവിച്ചില്ലേ? ഒന്നിച്ച് കൂടാൻ പറ്റുമായിരുന്നു. ആഗ്രഹിച്ചില്ലേ? ഒത്തിരി ആഗ്രഹിച്ചു. ഒരു ഏകദേശം 1 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വാസ്തവത്തിൽ ഒരു ക്ഷാമത്തിന്റെ കാലമായിരുന്നു. നമ്മെ സംബന്ധിച്ച് ഒരു ആത്മീയ ക്ഷാമത്തിന്റെ കാലമായിരുന്നു. ദൈവം നമുക്ക് ചെറിയൊരു വാണിംഗ് തന്നതാണ്, ഒരു മുന്നറിയിപ്പ് തന്നതാണ്, ഒരു മടങ്ങി വരവ് ആവശ്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. ഏതൊരു കാലത്ത് പരാജയമുണ്ടാകുമോ വീഴ്ചയുണ്ടാകുമോ നിശ്ചയമായിട്ടും ഒരു ക്ഷാമം പ്രതീക്ഷിക്കാം. ക്ഷാമം ഉണ്ടാകും. അത് പഴയ നിയമത്തിലെ പ്രമാണം കൂടിയാണ്. അനുസരണക്കേട് കാണിച്ചാൽ ക്ഷാമം ഉണ്ടാകും എന്നുള്ള കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ അവിടെ അങ്ങനെ നിൽക്കട്ടെ. 1-ാമത്തെ വാക്യം നമുക്ക് മടങ്ങി വരാം. രൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ദേശത്ത് ക്ഷാമമുണ്ടായി എന്നാ പറഞ്ഞേക്കുന്നത്. ദേശത്ത് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇൻ ദ ലാൻഡ് ഇംഗ്ലീഷ് വായിക്കുന്നവർക്കറിയാം. ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ദ ലാൻഡ്. പുസ്തകത്തിന് ദ ബുക്ക് എന്ന് പറഞ്ഞേക്കുന്നത് ഒറ്റ ബുക്കിനേ ഉള്ളൂ. ഇതെന്നറിയാമോ? ബൈബിളിന്. ഒരു വാക്യം വായിച്ച്. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 9 verse 2. ദാനിയേലൊക്കെ പ്രവാസത്തിലായിരുന്നപ്പോൾ ആ
ആ, പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചു. ഒബ്സർവ് ഇൻ ദ ബുക്സ്. ഇൻ ദ ബുക്സ്. ദ ബുക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദ ലാൻഡ്, ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദേശത്തിന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ദേശങ്ങൾക്കും ആ രാജ്യത്തിന്റെ പേര് ചേർത്ത് സാധാരണ പറയും. ബൈബിൾ ദേശം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്റെ ജനത്തിന് കൊടുത്ത ദേശമാണ്. ആ ദേശത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ ക്ഷാമത്തിന്റെ കാര്യം അത്ര ഗൗരവത്തോടെ മനസ്സിലാക്കണമെങ്കിൽ ആ ദേശത്തെ കൂടെ നമുക്ക് ഇന്നൊരു കാര്യം നോക്കാം. നോക്കിക്കുക ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 6. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ആ ആ ഞാൻ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ അവർക്ക് അവകാശമായിട്ട് കൊടുക്കും, അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് യഹോവയായ ദൈവം യോശുവയോട് പറയാം. അതിനർത്ഥം എന്തറിയാമോ? അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ് ഈ ദേശം. അവിടെ ക്ഷാമമുണ്ടായി. അവിടെ ക്ഷാമമുണ്ടെന്ന് ഓർത്തോണം. ചെറിയ കാര്യമല്ല. നമ്മൾ ക്ഷാമത്തിന്റെ ആ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ആ സമയത്ത് അപ്പോഴത്തെ സാഹചര്യം, ആത്മീയ സാഹചര്യം, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തി പരാജയപ്പെട്ട കാലം. രണ്ടാമത്തേത് ദേശം. ഏത് ദേശമാണ്? ഒന്ന്, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത ദേശം. ദൈവം വിശ്വസ്തനാണ്. ദൈവം ആ ദേശം അവർക്ക് തക്ക സമയത്ത് കൊടുത്തു. രണ്ടാമത്തേത് 23-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം 4-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 23 വേഴ്സ് 4. അവിടെ യോശുവ ദേശത്തെക്കുറിച്ച് പ്രത്യേകിക്കുന്ന വാക്യം നോക്കി. ആ ആ മനസ്സിലായോ? ദേശം വിഭാഗിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞനുസരിച്ച് കണക്ക് പ്രകാരം കൃത്യമായിട്ട് പറഞ്ഞു. ആ ദേശം വിഭാഗിച്ചു കൊടുത്തു. ഒന്ന്, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വലിയ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം. അതാണ് 1:6, യോശുവ 1:6. രണ്ടാമത് വായിച്ചത് യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യോശുവ വിഭാഗിച്ചു കൊടുത്ത ദേശം. ഓരോരുത്തർക്ക് ദൈവം പറഞ്ഞനുസരിച്ച് കൊടുത്ത ദേശം. അത് കൂടാതെ ഒരു കാലേബ് ഉണ്ടായിരുന്നു. കാലേബ് ചോദിച്ചു വായിച്ച് നമുക്കറിയാം. എനിക്ക് ഇപ്പോൾ 85 വയസ്സുണ്ട്, ആരോഗ്യമുണ്ട്, ആ മലയ്ക്ക് തന്നാൽ ഞാൻ മലയിൽ കയറി എല്ലാം എടുത്തോളാം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ച ദേശമുണ്ട്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് വിഭാഗിച്ചു കൊടുത്ത ദേശം. മൂന്നാമത്തെ കാര്യം 5-ാമത്തെ അധ്യായം, യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. പെസഹയുടെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാള് ആഘോഷിച്ചതിന്റെ പിറ്റേ ദിവസം. അപ്പൊ അവര് ദേശത്തെത്തിയപ്പോൾ പെരുന്നാളും ആഘോഷിച്ചു. മാത്രമല്ല ദേശത്തെ വിളവ് അവർ അനുഭവിച്ചു. അടുത്ത വാക്യം തന്നെ 12-ാം വാക്യം. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന് പിറ്റേ ദിവസം മന്ന നിന്നുപോയി. മന്ന ഇനിയും ആവശ്യമില്ലാതെ വണ്ണം ദേശത്തെ വിളവ് കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു. ഞാൻ ഈയിടെ അവരടുത്ത് അന്യഭാഷയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ വാക്കെടുത്ത് പറഞ്ഞു. അതിന്റെ കാരണം ചോദിച്ചാൽ, ദേശത്തെ വിളവ് കൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ പിറ്റേ ദിവസമാണ് മന്ന നിന്നുപോയത്. മന്ന നിന്നുപോയത് മന്ന മോശമായതുകൊണ്ടാണോ? അല്ല. മന്നയ്ക്ക് രുചിയുണ്ട്. മന്ന മല്ലന്മാരുടെ ആഹാരമാണ്. മന്ന സ്വർഗീയ ഭോജനമാണ്. മന്ന സ്വർഗത്തിൽ ഇട്ടുകൊടുത്തതാണ്. അതിനൊന്നും മാറ്റമില്ല. പക്ഷെ മന്ന നിന്നുപോകാൻ കാരണമുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് ദേശത്തെ വിളവ് കൊണ്ട് ആഹാരം കഴിച്ചു. അത് മനസ്സിലാകാത്ത പോലെ ലളിതമായിട്ടൊന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവിയലും ഒരു തോരനും ഒരു മെഴുക്കുവരട്ടി ഒരു സാമ്പാറും എല്ലാം കൂടെ ചേർത്തൊരു ശാപ്പാട്. മനസ്സിലായോ? ഈ ശാപ്പാട് കഴിക്കുമ്പോൾ പിന്നെ മന്നയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അഥവാ മന്ന വീണാൽ തന്നെ ആരും പിറക്കാൻ പോകുന്നില്ല. മന്ന മോശമായിട്ടല്ല, മന്നേക്കാളും ശ്രേഷ്ഠമായത് ദേശത്തു നിന്ന് കിട്ടി. ദേശത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. 40 വർഷം ഭക്ഷിച്ച മന്നയേക്കാളും ശ്രേഷ്ഠമായ ഭക്ഷണം കൊടുത്ത സ്ഥലമാണ് ദേശം. അബ്രഹാം വാഗ്ദത്തം ചെയ്ത ദേശം, അളന്ന് കുടിച്ച് ഓർത്തർക്ക് വിഭാഗിച്ചു കൊടുത്ത ദേശം, ഉത്സവം ആഘോഷിച്ച ദേശം, സൂക്ഷ്മമായിട്ട് കഴിക്കുവാൻ ദൈവം കൊടുത്ത ദേശം. അവിടെ ആ ക്ഷാമം ഉണ്ടായെന്ന് പറഞ്ഞു. അവിടെ ക്ഷാമം ഉണ്ടായെങ്കിൽ ദൈവത്തിന് എത്രമാത്രം ദുഃഖം ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിട്ടാ ദൈവം അങ്ങനെ കഠിനമായി ചെയ്തെന്നാ പറഞ്ഞതിന്റെ സാരം. തീർന്നില്ല, ഇനിയുണ്ട്.
ലേവ്യ പുസ്തകം എന്ന് വായിച്ച് 23 അധ്യായം 10 വാക്യം. ലേവ്യ പുസ്തകം 23 അധ്യായം 10 വാക്യം. അവിടെ ഉത്സവത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്, എങ്കിലും ദേശത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ആ ആ ആ ദേശത്ത് വിളവുണ്ടായിരുന്നു, ദേശത്തെ വിളവ് കൊയ്തെടുത്തു, അതിന്റെ ആദ്യത്തെ കച്ച കൊണ്ടുവന്ന് പുരോഹിതന് കൊടുത്തു, അവർ ഉത്സവം ആഘോഷിച്ചു. ആ കച്ച ഇങ്ങനെ നിരാദനം ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കണം, ദേശത്തിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്, ഒത്തിരി പ്രത്യേക ദേശത്തിനുണ്ട്. ഇനി ഒരു വാക്കുകൂടെ പറയാം. ആ വാക്യത്തിലാണ് ആ ദേശത്തിന്റെ ശ്രേഷ്ഠത ഇരിക്കുന്നത്. ആവർത്തന പുസ്തകം 8 അധ്യായം, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 8, അതിന്റെ 7 വാക്യം മുതൽ വായിക്കാൻ ശ്രദ്ധിച്ചു. 7 വാക്യം മുതൽ, ചാപ്റ്റർ 8 വേഴ്സ് 7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ, എന്താ ദേശമാണ്? നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? താഴ്വരയുണ്ട്, മലയുണ്ട്, അവിടുന്ന് പുറപ്പെടുന്ന നീരൊഴുക്കുണ്ട്, ഉറവകളുണ്ട്, തടാകമുണ്ട്. അടുത്ത വാക്യം, ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിവൃക്ഷമുണ്ട്, മാതൃനാരകമുണ്ട്. തീർന്നില്ല. 9 വാക്യം, ഒലിവൃക്ഷമുണ്ട്, തേനുണ്ട്, സുഭിക്ഷമായ യുവതിനെ കഴിക്കാനുള്ള എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. ഇതിൽ കൂടുതൽ വേണം. വീട്ടിൽ പോയിട്ട് ആ 3 വാക്യം ശരിക്ക് വായിക്കും. 8 അധ്യായം 7, 8, 9 വാക്യം. ഇതാ ദേശം, ഒന്നിനും കുറവില്ലാത്ത ദേശം, സുഭിക്ഷമായ ആഹാരം. ഈ ആഹാരമൊക്കെ എല്ലാ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാക്കുന്നതാ. ഇന്നത്തെ ആഹാരം പോലല്ല. അത് കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിളവിന്റെ ഭാഗമെടുത്ത് കൊയ്തെടുത്ത് കറ്റകെട്ടി ദൈവത്തിനോട് കൊടുത്തിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഇങ്ങനെ ദേശത്ത് വന്ന് താമസിച്ചിട്ട് ഒത്തിരി നന്മ അനുഭവിച്ചു, ഒത്തിരി സന്തോഷം അനുഭവിച്ചു, ദൈവത്തെ അതുകൊണ്ട് മഹത്വപ്പെടുത്തി ചെയ്തു. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദേശം. വാക്യം എന്തുവാ? ന്യായാധിപന്മാർ ന്യായപാലനം നടന്ന കാലത്ത് ഒരിക്കൽ ആ ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം അത്രമാത്രം ഈ ജനത്തെ സഹിച്ചതുകൊണ്ടാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, ആത്മീയ നന്മ എത്രമാത്രം ശ്രേഷ്ഠമാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ നന്മ കൊണ്ടല്ല, കർത്താവിന്റെ വാഗ്ദത്തം ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവിന്റെ പർവ്വതപ്രസംഗത്തിൽ ഇങ്ങനെ പറയുണ്ടായി, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം. ബാക്കി തെറ്റാന്ന് പറയാമോ? അതോടുകൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മത്തായി 6:33 വായിച്ചത്. ആ 33 മുകളിലോട്ട് വായിച്ചാൽ മതി. ഉണ്മാനും ഉടുക്കാനും പാർപ്പാനും, കഴിക്കാനും ധരിക്കാനും താമസിക്കാനും, ഇത്രേ ഉള്ളൂ. അതിക്കുള്ളത്തെ വേണ്ടി പറവൾ കൊടുക്കുന്നു, പക്ഷി കൊടുക്കുന്നു, പുല്ലിന് കൊടുക്കുന്നു, പൂവിന് കൊടുക്കുന്നു. ദൈവം പറയുവാ, അവയ്ക്കെല്ലാം ധാരാളം കൊടുക്കുന്നു. നിങ്ങൾക്ക് തരാതിരിക്കുമോ? തരും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്തെന്നറിയാമോ? സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. മുന്നേ അവൻ രാജ്യം നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരു വ്യക്തി യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കാതെ ഒരു ആത്മീയ നന്മയും അനുഭവിക്കാം എന്ന് വിചാരിക്കണ്ട. വിളിക്കുന്നതിൽ ആരെങ്കിലും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു സ്വർഗത്തിന്റെ മഹത്വം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നത് എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനാണ്. എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എന്നെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേറ്റു. അത് വ്യക്തിപരമായി വിശ്വസിച്ച് യേശുവിനോട് പറയണം, യേശുവെ, അവിടുന്ന് എന്റെ പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവായി സ്വീകരിച്ചാൽ കർത്താവ് നമ്മിൽ വസിക്കുവാനാകും. അതിനാണ് രക്ഷിക്കപ്പെടുക, ദൈവത്തിന്റെ മക്കളാകുക എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് അതിലൂടെ നമുക്ക് തരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം, യേശുവിനെ കർത്താവ് സ്വീകരിക്കണം. നല്ല അവസരം കർത്താവ് തരിക. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നന്മയെല്ലാം കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് പലരും തെറ്റായിട്ട് കാര്യങ്ങളെ പഠിപ്പിക്കാറുണ്ട്. കർത്താവിലേക്ക് വന്നാൽ, പ്രാർത്ഥിച്ചാൽ, പാട്ടുപാടിയാൽ, പള്ളിയിൽ പോയാൽ, മീറ്റിങ്ങിന് വന്നാൽ അനുഗ്രഹം കിട്ടും എന്ന് പഠിപ്പിക്കാറുണ്ട്. അവിടെ അതല്ല പ്രമാണം. രക്ഷിക്കപ്പെട്ടെങ്കിലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതോടുകൂടെ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് തരുന്നു. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഈ ചായക്കടകളൊക്കെ ഉണ്ടല്ലോ, ചായക്കട, നമ്മൾ ചായക്കട എന്ന് പറയും. അവിടെ ചെന്നാൽ ഒരു 2 ദോശ തരാൻ പറഞ്ഞാൽ 2 ദോശ തരും. 2 ദോശയ്ക്ക് 20 രൂപയേ ഉള്ളൂ. ഒരു ചായക്ക് 10 രൂപ ഉള്ളൂ. 30 രൂപ ഉണ്ടെങ്കിൽ 2 ദോശയും ചായയും കഴിച്ചിട്ട് പോകാം, അല്ലേ? പോവാം. പക്ഷെ ചായ കഴി ചെല്ലുമ്പം ഈ ദോശയുടെ കൂടെ അല്പം സാമ്പാർ കിട്ടും, അല്പം സമ്മന്തി കിട്ടും. ഇത് കഴിച്ചു കഴിയുമ്പോൾ അവിടെ ചെന്നാൽ സോപ്പ് വെച്ച് കൈ കഴുകിയിട്ട് പോരാ, ഇത് പൈസ കൊടുക്കണം. സാമ്പാർ പൈസയില്ല, സമ്മന്തിക്ക് പൈസയില്ല, സോപ്പ് കൊണ്ട് കൈ കഴുകിയിട്ട് പോകുന്നതിന് പൈസയില്ല, ഒന്നുമില്ലല്ലോ. പിറ്റേ ദിവസം അതിലെ പോയപ്പം ഒരു ഡബ്ബയും കൊണ്ട് എന്നിട്ട് പറയേ, അതെ സാമ്പാറും സമ്മന്തി ഫ്രീ ആയിരിക്കും, ഒരു പാത്രം വന്നേ തരുമോ? അത് തരത്തില്ല, ഫ്രീ തരത്തില്ല. കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ളത് കുറേ ഇങ്ങനെ വന്നേക്കും. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ ഫ്രീ ആയിട്ടുള്ളതെല്ലാം വന്നുകൊണ്ടിരിക്കും. സമാധാനം വേണോ, ആശ്വാസം വേണോ, സ്വസ്ഥത വേണോ, ആരോഗ്യം വേണോ, സമ്പത്ത് വേണോ, ജോലി വേണോ, എന്ത് വേണോ, എല്ലാ കാര്യവും പിന്നാലെ വന്നുകൊണ്ടിരിക്കും. മുന്നമേ അത് അന്വേഷിക്കണം. ഇന്ന് പലർക്കും വേണ്ടി എന്തുവാ? ഫ്രീ അല്ല ആദ്യം പോരട്ടെ, ഫ്രീ അല്ല ആദ്യം പോരട്ടെ. ഈ കടക്കാർ പോലും പ്രമാണം തെറ്റിക്കുന്നില്ലെങ്കിൽ തമ്പുരാൻ പ്രമാണം തെറ്റിക്കുമോ? ഇല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ തീർന്ന് സമാധാനം വായിക്കണം. രക്ഷിക്കപ്പെട്ട നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ എല്ലാ നന്മയുടെയും ആധാരം കർത്താവ് യേശു ക്രിസ്തുവാണ്. ഈ കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കാം. ക്ഷാമം ഉണ്ടാകാതിരിക്കട്ടെ. ന്യായാധിപന്മാരുടെ കാലം മറന്നു പോകണ്ട, ദേശത്തെക്കുറിച്ച് മറന്നു പോകണ്ട. ദൈവം നമ്മളെ നല്ലൊരു ദേശത്ത് ഇപ്പോഴേ ആക്കിയിരിക്കുക. ആ ദേശത്തിന്റെ നന്മ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രയോജനമായി ജീവിക്കുവാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.